ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. കല, സാഹിത്യം, സ്പോർട്സ്, സാംസ്കാരികം, നാടകം, സിനിമ ഇതിനൊന്നും ദേശകാല അതിർത്തികളില്ല. മാനവരാശിക്ക് ഒരു ദുഃഖമാണ്, ഒരു വികാരമാണ്, ഒരു സ്നേഹമാണ്, ഒരു കരുണയാണ്, ഒരു കാരുണ്യമാണ്, ഒരു സ്പിരിറ്റാണുള്ളത്. ദുഃഖം എല്ലായിടത്തും ഒന്നുപോലാണ്, സങ്കടം എല്ലായിടത്തും ഒന്നുപോലാണ്. ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കും രാജ്യങ്ങളൊക്കെ തമ്മിലും, പ്രശ്നങ്ങൾ തമ്മിലും, വ്യക്തികൾ തമ്മിലും. പക്ഷേ ദുഃഖമെന്ന വികാരം ഒന്നാണ്, സങ്കടം ഒന്നാണ്, സന്തോഷമെന്നാണ്, കലാപമെന്നാണ്, ഇതെല്ലാം ഒന്നാണ്. അപ്പോൾ അതിന് എതിരെ എല്ലാ ദുഃഖങ്ങൾക്കും, സങ്കടങ്ങൾക്കും, കലാപങ്ങൾക്കും, തീവ്രവാദത്തിനും മതവാദത്തിനുമൊക്കെ ഉയരെ മാനവരാശിയെ ഒന്നിപ്പിക്കുന്നതിന്, മനുഷ്യൻ്റെ സ്നേഹമതിൽ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് കലയും സംസ്കാരവും സ്പോർട്സും വന്നത്. പ്രത്യേകിച്ച് സ്പോർട്സ് വന്നത്. നമുക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നൊരു പ്രയോഗം പോലെയുണ്ട്. ഏത് പക്ഷേ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്ത് കളയാൻ പറയും. ആരോട് നമുക്ക് ഒരു എതിരാളി അദ്ദേഹം എന്നെ തെറി പറഞ്ഞു സാർ, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കടേ. സ്പോർട്സിൽ നമ്മൾ ചവിട്ടി തള്ളിയിടും, ഫുട്ബോളിലൊക്കെ അടുത്ത ആളിനെ എതിരാളി നമ്മൾ ചവിട്ടി ചിലപ്പോൾ തള്ളിയിടും. പക്ഷേ അത് സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്, അവിടെ എണീറ്റൊന്നും ഇങ്ങോട്ട് അടിയില്ല. അപ്പോൾ അങ്ങനെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ പോകുന്ന ഒരു ലോകത്ത് കാർഗിൽ യുദ്ധം നടന്നപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്തും വാജ്പേയി ഗവൺമെൻറ്, കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്തും ഇന്ത്യയിൽ BJP ഗവൺമെൻറ് ഉണ്ടായിട്ടും പാകിസ്ഥാൻ്റെ വന്ന കളിക്കാർക്ക് നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ടാണ് കളിയിൽ ഇറങ്ങുന്നത്. കളിയിൽ കയറുമ്പോൾ ഷേക്ക് ഹാൻഡ് കൊടുക്കും, കളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഷേക്ക് ഹാൻഡ് കൊടുക്കും. തോറ്റ ടീം ജയിച്ച ടീമിനെ അഭിനന്ദിക്കും. ചിലർ ഹഗ് ചെയ്യും, ചിലർ ഷേക്ക് ഹാൻഡ് കൊടുക്കും, ചിലർ കയ്യിൽ പിടിച്ച് ചുംബിക്കും. പല രൂപത്തിലുള്ള സ്നേഹപ്രകടനങ്ങൾ നടത്തിയാണ് പിരിയുന്നത്. അവിടെ പിന്നെ രാജ്യവുമില്ല, പിന്നെ യുദ്ധവുമില്ല, ഒന്നുമില്ല. അവിടെ ആകപ്പാടെ ഉള്ളത് എന്താണ്? വളരെ വ്യക്തമായ സ്പോർട്സ് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളി നടക്കുമ്പോൾ പരസ്പരം കൈ കൊടുത്തില്ല എന്നുള്ളത് വലിയ വാർത്തയായിട്ടുണ്ട്. അത് ശരിയായില്ല എന്ന് ശശി തരൂർ എക്സിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. ശരിയാണ് ശശി തരൂരിൻ്റെ വാദം. അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ സ്പോർട്സ് നടത്തരുത്. നമ്മൾ എത്രയോ പ്രാവശ്യം സ്പോർട്സ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, ഇന്ത്യ അഫ്ഗാനിസ്ഥാനും തമ്മിൽ, ലോകരാജ്യങ്ങൾ, ഒരുപാട് രാജ്യങ്ങൾ തമ്മിൽ സ്പോർട്സ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, മീറ്റുകൾ വച്ചിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നടത്താൻ തീരുമാനിച്ചാൽ, കളിക്കളത്തിൽ സൂട്ടിട്ടിറങ്ങിയാൽ പിന്നെ രാജ്യത്തിൻ്റെ മുകളിലുള്ള, രാജ്യത്തിന് വേണ്ടി തന്നെയാണ് കളിക്കുന്നത്, തർക്കമല്ല. പക്ഷേ അതിന് മുകളിലാണ് സ്പോർട്സ്. അതിനെ വേറൊരു തലം കൊണ്ട് കാണണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി ചൈനയിൽ വെച്ച് പിന്നെ സ്പോർട്സ് നടക്കുമ്പോൾ, ഒളിമ്പിക്സ് നടക്കുമ്പോൾ എത്ര രാജ്യങ്ങളാണ് അവിടെ പോയത്? ചൈനയുമായിട്ട് യുദ്ധം നടത്തിയിട്ടുള്ളവർ, വൈരുദ്ധ്യമുള്ളവർ. തിരിച്ച് ചൈനയും അങ്ങനെയാണല്ലോ. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം മതരാഷ്ട്രങ്ങളിൽ പോയി കുവൈറ്റിലും ഖത്തറിലും പോയി കളിച്ചല്ലോ. അപ്പോൾ എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ്. അവിടെ ഇപ്പോൾ ഇസ്രായേൽ, പാലസ്തീൻ, ഏത് രാജ്യം എടുത്തോളൂ, തമ്മിൽ തർക്കിക്കുന്ന രാജ്യങ്ങൾ, യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളും സ്പോർട്സ് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ ഒരു ഏകോദര സഹോദരങ്ങളെപ്പോലെ അവിടെ മത്സരത്തിൻ്റെ ഒരു സ്പിരിറ്റ് മാത്രമേ ഉള്ളൂ, വേറൊരു സ്പിരിറ്റുമില്ല. ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയോ സ്പിരിറ്റ് ഇല്ലാത്ത സ്ഥലമാണ് അവിടെ. പക്ഷേ നിർഭാഗ്യവശാൽ അതിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല. ശശി തരൂർ പറയുന്നിടത്താണ് പോയിൻ്റ്. ഒരു കാരണവശാലും അത് ആര് ചെയ്താലും ശരിയല്ല, ഷേക്ക് ഹാൻഡ് കൊടുക്കണമായിരുന്നു.